നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരു കാര്യം ചെയ്യും, ഹലോ. ആ സുധാകരൻ വക്കീലിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അതാ ഞാൻ താങ്കളെ വിളിച്ചത്. അഡ്വക്കേറ്റ് പറഞ്ഞിരുന്നു നല്ല വിഷമത്തിലായിരിക്കും അല്ലേ? സംഭവിക്കാനിരിക്കുന്നതൊന്നും വഴി തങ്ങില്ലല്ലോ വക്കീലെ. അങ്ങനെ കരുതാനല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ വിഷമിക്കാനൊന്നുമില്ല. ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കരുതിയാ മതി. ഇത്തരം കേസുകളിൽ അറസ്റ്റിലാകുന്നതും അകത്തു പോകുന്നതും അത്ര വലിയ കാര്യമൊന്നുമല്ല. നീ അവിടെ ഓഫീസിൽ വന്നിട്ട് എങ്ങോട്ടാ പോയത്? അവൾ എന്നെ വിളിക്കുന്നുമില്ല, ഇങ്ങോട്ട് എത്തിയിട്ടുമില്ല. ജാമ്യത്തിന് വാദിക്കാൻ ഏർപ്പാടാക്കിയ വക്കീലിന് ഫീസുമായിട്ട് ഉടനെ എത്താമെന്ന് പറഞ്ഞാ ഇവിടുന്ന് പോയത് എന്ന് രാമേന്ദ്രൻ വക്കീൽ എന്നോട് പറഞ്ഞിരുന്നു. എന്താ സംഗതി എന്ന് പിന്നെ അറിയത്തില്ല. അവൾ ആകെ അങ്കലാപ്പില്ല. ഞങ്ങളുടെ അക്കൗണ്ട് നമ്പറുകളൊക്കെ ഫ്രീസ് ചെയ്തിരിക്കുക വക്കീലെ. ഈ കൂട്ടത്തിൽ അങ്ങനെ സംഭവിച്ചോ? എങ്കിൽ സംഗതി വളരെ ഗൗരവമുള്ളതാണല്ലോ. അതെ വക്കീലെ, ഒരു സമാധാനവും കിട്ടുന്നില്ല. സമാധാനമായിട്ടിരിക്കേ. ഇപ്പൊ പറഞ്ഞ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഉടനെ പറ്റും. പണമെടുക്കാൻ പറ്റിയില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നീങ്ങില്ലല്ലോ. നീയെ പിന്നെ കോണ്ടാക്ട് ചെയ്യാതിരുന്നത് ഈ ഒരു കാരണം കൊണ്ടായിരിക്കും. ഇതിന്റെ പേരില് അവള് വല്ല കുഴപ്പത്തിലും ചെന്ന് ചാടിക്കളയുവോന്ന എന്റെ പേടി. അത്രയ്ക്ക് ബുദ്ധിശൂന്യതയൊന്നും ഇല്ല ദിയക്ക്. അങ്ങേയറ്റം പ്രായോഗിക ബുദ്ധിയുള്ളവളാ. പക്ഷേ ഈ പറയുന്ന ദിയയുടെ അച്ഛൻ ആ ബുദ്ധി കിട്ടിയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. കാണിച്ചു കൂട്ടിയതൊക്കെ മണ്ടത്തരങ്ങളാണല്ലോ. മോളിൽ പിടിയുണ്ടെന്നുള്ളത് നേരാ. കോടതി നിയമങ്ങളും കൂടി ഇവിടെ ഉണ്ടെന്ന് ഓർക്കണമായിരുന്നു. ഞാൻ രവിയേട്ടനോട് പറയാറുള്ളതാ, ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണമെന്ന്. ഒന്നിലും ഇടപെടാൻ വരണ്ടെന്ന് എന്നെ വിലക്കുക ചെയ്യാറുള്ളത്. എത്ര പിടിപാടുണ്ടായിട്ടും അതേതെങ്കിലും ഉപകാരത്തിൽ വന്നോ? അതാ മനസ്സിലാക്കേണ്ടത്. ഇനിയെങ്കിലും രവിയേട്ടൻ അതൊന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. ഏതായാലും റിമാൻഡിലായ സ്ഥിതിക്ക് ജാമ്യം എടുക്കാനുള്ള ഏർപ്പാടുകൾ സുധാകരൻ വക്കീൽ ചെയ്തോളും. ഇനിയിപ്പം മുന്തിയ വക്കീലിനൊന്നും ഫീസ് കൊടുക്കണ്ട. ദിയ വരുമ്പോ വക്കീലിനെ ഒന്ന് വിളിക്കാൻ പറ. ശരി വക്കീലെ. ഓക്കെ, ശരി എന്നാ. അടുത്ത ആക്രമണത്തിനുള്ള ആയുധങ്ങളൊക്കെ മൂർച്ച കൂട്ടി എടുക്കുകയാണോ? അല്ലമ്മ, ഇപ്പൊ ഞാൻ പ്രതിരോധത്തിനുള്ള പരിചയ തേച്ചും എനിക്ക് എടുത്തോണ്ടിരിക്കുക. അതെയോ? അതെന്താ? നന്ദന്റെ അച്ഛനെതിരെയും ചില ചെക്ക് കേസുകളുണ്ട്. അതിന്റെ സമൻസ് കിട്ടിയിട്ടുമുണ്ട്. ദിയെ ഈ ആളുകളെ എല്ലാം പ്രേരിപ്പിച്ച് മനഃപൂർവ്വം കൊടുപ്പിച്ചതാണ് ഈ കേസുകളെല്ലാം. അതുകൊണ്ടാ വാസുദേവ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതല്ലേ? അതെ, ആ കക്ഷികളെയൊക്കെ ഒന്ന് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കേസുകൾ കോടതിക്ക് പുറത്തു വെച്ച് തീർപ്പാക്കാൻ പറ്റുമോ എന്ന ശ്രമത്തിലാണ് ഞാൻ. മിക്കവാറും വിജയം കാണും. നീ വിജയിക്കും മോളെ. ഒരു സീനിയർ അഡ്വക്കേറ്റിന്റെ ബുദ്ധി നിനക്ക് ഇപ്പോഴേ കൈവന്നിട്ടുണ്ട്. ശരി അമ്മ, വിജയിക്കും. പ്രത്യേകിച്ച് ദിയയുടെ ഇന്നിങ്സ് എല്ലാം അവസാനിപ്പിച്ച് നമ്മുടെ ഇന്നിങ്സ് തുടങ്ങാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന സമയത്ത്. അതിരിക്കട്ടെ, നീ എങ്ങനെയാ കമ്പനിയിൽ നടന്ന കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചത്? അമ്മ, ഒരു കാര്യം നേടിയെടുക്കാൻ ഹൃദയപൂർവ്വം നമ്മൾ ആഗ്രഹിച്ച അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രകൃതി പോലും നമ്മുടെ കൂടെ നിൽക്കും. ദേവ് അസോസിയേറ്റ്സിലെ അക്കൗണ്ടന്റ് രവിചന്ദ്രനും ദിയയും കൂടി അവിടെ നടത്തിയ മുഴുവൻ കള്ളത്തരങ്ങളുടെയും തെളിവുകൾ അടക്കമുള്ള രേഖകൾ രഹസ്യമായി എനിക്ക് കൈമാറി. കമ്പനിയോട് കൂറ് കാണിക്കേണ്ട ഒരു ജീവനക്കാരൻ എന്തുകൊണ്ടാ അങ്ങനെ ചെയ്തത്? കമ്പനി അവരുടെ മാത്രമല്ലല്ലോ, നന്ദന്റെ അച്ഛന്റെയും കൂടിയല്ലേ. അദ്ദേഹത്തെ നീചമായി പുറന്തള്ളി സ്വന്തം കമ്പനി തുടങ്ങാൻ പ്ലാൻ ഇടുകയായിരുന്നു ദിയയും രവിചന്ദ്രനും. തന്നെയുമല്ല, വർഷങ്ങളായി അവിടെ നടക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും കണ്ട് മനസ്സ് മടുത്തിട്ട അക്കൗണ്ടന്റ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. കളവ് തിരിച്ചറിയാൻ പ്രാപ്തിയില്ലാത്ത നന്ദന്റെ അച്ഛനോട് അക്കൗണ്ടന്റിന് ഒരു അനുകമ്പയും തോന്നിയെന്ന് കൂട്ടിക്കോ. കമ്പനിയുടെ കാര്യത്തിൽ ഇനി എന്താ ഉണ്ടാവാൻ പോകുന്നത്? ഇപ്പോഴത്തെ നിലയ്ക്ക് കമ്പനിയുടെ പ്രവർത്തനം നേരെയാക്കിയെടുക്കാൻ ഭഗീരഥ പ്രയത്നം തന്നെ വേണ്ടിവരും.
സ്വർഗത്തിൽ ഒഴുകിയിരുന്ന ഗംഗയെ ഭൂമിയിൽ എത്തിക്കാൻ വേണ്ടി ഭഗീരഥൻ നടത്തിയ സാഹസിക പ്രവൃത്തി പോലെ. നിന്റെ ഉപമ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോ തന്നെ അറിയാം കമ്പനി ശരിയാക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ലെന്ന്. കമ്പനിയുടെ 2 പാർട്ട്ണർമാരും നിലവിൽ സ്ഥലത്തില്ല. ഒന്നെങ്കിൽ നോമിനികൾ കമ്പനി നടത്തിക്കൊണ്ട് പോണം, അല്ലെങ്കിൽ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യണം. രണ്ടാമത് പറഞ്ഞതിനാണ് സാധ്യത കൂടുതലല്ലേ? ലിക്വിഡേറ്റ് ചെയ്യാന്നുള്ളത് അത്ര സുഖകരമായ ഏർപ്പാടല്ല. ജീവനക്കാർക്കെല്ലാം കോമ്പൻസേഷൻ കൊടുത്ത് പിരിച്ചുവിടണമെന്നുണ്ടെങ്കിൽ വലിയ സംഖ്യകൾ വേണം. പിന്നെ മറ്റെന്തെല്ലാം നടപടിക്രമങ്ങളുണ്ട്. കഷ്ടപ്പെട്ട് നടത്തിക്കൊണ്ടു പോകുന്നത് അതിനേക്കാൾ പ്രശ്നമല്ലേ? അതെ, അച്ഛന്റെ നോമിനി നന്ദനാണ്, രവിചന്ദ്രന്റേത് ദിയെ. ഇവരൊന്നിച്ച് കമ്പനി നടത്തുക എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. രവിചന്ദ്രന് ശിക്ഷ കിട്ടാതിരിക്കില്ല അല്ലേ മോളെ? പിന്നല്ലാതെ കമ്പനിയെ കബളിപ്പിച്ചതിനുള്ള കേസുകൾ വേറെ വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. എങ്ങനെയായിരുന്നു അയാളുടെ തട്ടിപ്പിന്റെ രീതിയെന്നല്ലേ? പല കമ്പനികൾക്കും ആഴ്ചതോറും അല്ലെങ്കിൽ മാസം തോറും 50 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം എന്നിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും. എന്നാൽ ആ പേരുകളിൽ ഒരു കമ്പനി പോലും നിലവിലില്ല എന്നുള്ളതാണ് സത്യം. എല്ലാം പേപ്പറുകളിൽ മാത്രമുള്ള കമ്പനികളാണ്. എത്ര നീചമായ കളികളാണത്. ഇങ്ങനെയുള്ള ചതിയന്മാര് മാപ്പർഹിക്കുന്നില്ല. ഇതിനൊക്കെ ആരാ കൂട്ടുനിൽക്കുന്നത്? അവിടുത്തെ അക്കൗണ്ട്സ് ഓഫീസർ ദിയ. പിന്നെ എങ്ങനെ നേരെയാവും? അതിനുവേണ്ടിയാ രവിചന്ദ്രൻ സ്വന്തം സ്വാധീനത്തിൽ മകളെ ആ സ്ഥാനത്ത് അവരോധിച്ചത്. അപ്പോ അവളെയും വെറുതെ വിടാൻ പാടില്ല. വെറുതെ വിടാനോ? അച്ഛന്റെ പിന്നാലെ തന്നെ അവളെയും ഞാൻ പറഞ്ഞയക്കും, ഇതേ കേസിൽ തന്നെ.